പ്രണയച്ചതി, ജാതിക്കൊല. റെജിമോൻ നാടാർ എന്ന ചെറുപ്പക്കാരനെ കാണാതായിരിക്കുന്നു. നഗരമധ്യത്തിലുള്ള ആശുപത്രിയിൽ നിന്നുമാണ് കാണാതായിരിക്കുന്നത്. ജാതിയുടെ പേരിൽ കൊലകൾ നടക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലും ലജ്ജിപ്പിക്കുന്ന സംഭവ വികാസങ്ങളാണ് തലസ്ഥാനത്ത് നടക്കുന്നത്. റെജിമോൻ നാടാരുടെ തിരോധാനം മറ്റൊരു ദുരഭിമാന കൊലയോ? റെജിമോൻ നാടാരുടെ കുടുംബ ബിസിനസ് ആയിരുന്ന ഫ്ലോർ മില്ലിൽ നിന്നും അയാൾ സ്വയം വളർത്തിക്കൊണ്ടുവന്ന സംരംഭമാണ് ദൈവസഹായം ഫുഡ് പ്രൊഡക്ട്സ്. ദൈവസഹായം ഫുഡ് പ്രൊഡക്ട്സിന്റെ മോഡലായി വന്നതായിരുന്നു രചന നായർ. ഈ ഒരു അടുപ്പം അവരെ പ്രണയത്തിലേക്ക് എത്തിച്ചെങ്കിലും രചനയുടെ അച്ഛൻ ഇരവിക്ക് ഈ ബന്ധത്തിൽ കടുത്ത എതിർപ്പുണ്ടായിരുന്നു. അടുത്ത് നടക്കാൻ പോകുന്ന നിയമം ഉപതെരഞ്ഞെടുപ്പിൽ ഇരവിയെ KSP സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു ആരോപണം ഉയർന്നിരിക്കുന്നത്. രാഷ്ട്രീയ വെട്ടിനിരത്തലുകൾക്ക് പേരുകേട്ട ഇരവിയുടെ ക്രിമിനൽ പശ്ചാത്തലമാണ് റെജിമോന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഇരവിയെ സംശയത്തിന്റെ നിഴലിലാക്കുന്നത്. സർ, റെജിമോൻ മിസ്സിംഗ് കേസിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? റെജിമോൻ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ശരിയായ ഡയറക്ഷനിൽ തന്നെയാണ്. നടപടികളുണ്ടാകും. സർ, കേരളത്തിൽ ആവർത്തിച്ചു വരുന്ന ദുരഭിമാന കൊലകളെ കുറിച്ച് അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്കൊന്നും എത്താറായിട്ടില്ല. ദയവ് ചെയ്ത് നിങ്ങൾ മീഡിയക്കാർ അനാവശ്യമായ റൂമറുകൾ സ്പ്രെഡ് ചെയ്യരുത്. നിയമം ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായി പാർട്ടി ഇരവിക്കുട്ടിപ്പിള്ളയെ ഒരിക്കലും പരിഗണിച്ചിരുന്നില്ലെന്ന് KSP സംസ്ഥാന സെക്രട്ടറി ശംഖുമുഖം ചന്ദ്രചൂഡൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിയമത്തെ സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടി ഒരിക്കലും ഇരവിയെ പരിഗണിച്ചിട്ടേ ഇല്ല. അങ്ങനെ വാർത്ത വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അത് മാധ്യമ സൃഷ്ടി മാത്രമാണ്. അതിന്
സാർ ഇപ്പൊ ശരി. എടുക്കുന്നില്ലല്ലോ. നീ പീസായ അവള് വണ്ടി ഓടിക്കുമായിരിക്കില്ലേ? ഇതിനു മുമ്പ് വണ്ടി ഓടിക്കുമ്പോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. അല്ല ഇത് അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ലല്ലോ. ടെൻഷൻ ഉണ്ടാവില്ലേ? വണ്ടി എടുക്കും. റെജി നീ ഒന്ന് ചില്ലായ. ആദ്യം അവള് പറഞ്ഞ സ്ഥലത്ത് നമ്മളൊന്ന് എത്തട്ടെ. നീ എവിടെ എത്തി? അവള് പറഞ്ഞ സ്ഥലത്ത് തന്നെ അടന്നിരിക്കുന്നു. അവൾ ഇതുവരെ വന്നിട്ടില്ല. രചന വന്നില്ലേ? അവളുടെ ഫോൺ ഓഫാടാ. എങ്കിൽ അവളെ തേച്ചാളാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവളവൻ്റെ ജാതിയും പ്രായമൊക്കെ നോക്കുന്നു. എന്ത് പറ്റിയെന്ന് പറ മഹി. എന്താ മനസ്സെ നിനക്കറിയാലോ, പഴയ പ്രേമം പൊളിഞ്ഞപ്പോൾ കള്ളടിച്ച് കൈ മുറിച്ചവനാണ്. അത് ഞാൻ നോക്കിക്കോളാം. ഏതായാലും നീൻ്റെ ഓഫീസിലോട്ട് വിട്ടോ. എന്നാൽ ഞങ്ങളും കൂടെ അങ്ങോട്ട് വരാം. വേണ്ട, നിങ്ങളെ കൂടി കണ്ടു കഴിഞ്ഞാൽ അവൻ കൂടുതൽ സെൻറ്റിയാകും. ശരി. എവിടെയാടാ? ഹലോ അൻസു. ഹലോ, കേക്കാമോ? എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? ഒപ്പിട്ടാ? ഇല്ല പറ, ഇടാൻ പോവാണ്. വേഗം വരണേ. ഓക്കെ ഓക്കെ. രജി, നമുക്ക് അവളെങ്ങാനും ഇല്ലടേ, അവള് വരും. വരാതിരിക്കാൻ അവൾക്ക് പറ്റൂല. അതിനകത്ത് കഴിക്കാത്ത അല്ല, എ ഫാമിലി ദാറ്റ് ഈറ്റ്സ് ടുഗദർ സ്റ്റേസ് ടുഗദർ എന്നാണല്ലോ. നിനക്ക് ആ വിചാരം ഇല്ലെങ്കിൽ അവനാ വിചാരമൊക്കെ ഉണ്ട്. അത് നിനക്ക് കപ്പപ്പഴം വേണ്ടേ? അല്ല, അളിയെടുത്തോ. എനിക്ക് ഇഷ്ടം. ശരിക്കും അളിയനൊന്ന് പോണോ? പിന്നെ ഞാൻ പോയി ഒപ്പിട്ടിട്ട് വരാം. നിങ്ങൾ റെഡിയായി. കുട്ടിയില്ലെങ്കിൽ ജില്ല സംഭവിച്ചാലോ? കളക്ടറല്ലേ? ഭാര്യ വീട്ടുകാർക്ക് ഒരു ആവശ്യം വരുമ്പോ മനുഷ്യ പറ്റുള്ളവരെ കൂടെ നിൽക്കാറാ പതിവ്. എനിക്ക് ഇച്ചിരി മനുഷ്യപ്പറ്റ് കുറവാ. എങ്ങനെ കുറയാതിരിക്കും? സഹവാസം മനുഷ്യരായിട്ടല്ലോ.
ഈശ്വര എല്ലാ വിഗ്രഹങ്ങളും തീർത്ത് സംഭവം സെറ്റാക്കണേ. എന്നാലും വരാന്ന് പറഞ്ഞിട്ട് അവള് പറയാടാ, പെണ്ണുങ്ങൾ വേറും പറയാ. എല്ലാവരും അങ്ങനെയല്ലടാ. നീ ഇതടിച്ച് അവള് പറ്റിക്കായിരുന്നു, പ്ലാൻ ചെയ്ത് പറ്റിക്കായിരുന്നു. നീ അത് വീട് ഇതാക്കി. മാലോകരുടെ ചോദ്യത്തിനോ നിനക്കോ മറുപടി വേണ്ട. പറഞ്ഞുതരാം. നീ അടക്കമുള്ള പെൺവർഗം മറ്റാരും കാണാത്തത് കാണും. നിങ്ങൾ ശപിച്ചുകൊണ്ട് കൊഞ്ചും, ചിരിച്ചുകൊണ്ട് കരയും, മോഹിച്ചുകൊണ്ട് വെറുക്കും. പിന്നെ വല്ല ആയുധവും കൈവശമുണ്ടെങ്കിൽ നീ എനിക്ക് പറഞ്ഞതാണ്. കിനാവനം പെയ്തിടും പകൽ വെയിൽ പാതയിൽ ദൂരെ കുളിർ തണൽ ഓർമ്മകൾ തളിർ വിരൽ നീട്ടവേ പോരൂ അഴകാർന്ന നേരമേ അകലാതെ ഇന്ന് കൂടെ വരുമോ ചിറകായി മാറുമോ ഇനി എന്റെ പാതിയേ കിനാവാകെ പൂനില പകരുന്നു താരകൾ കിനാവേഗം മാറിവിൽ നിഴൽ പോലെ വായുമോ കാണാനേരമോ ചിരിയോർമ്മ പോലെ എന്നിൽ കാണും നേരമോ ഇരു കണ്ണുകളിൽ നിവാനം ചിരകാലമീ കണ്ണിൽ അലയായി നിൻ മൊഴിയോർത്തിടാ നിലാവാനം പെയ്തിടും കുളിരായി ജീവനിൽ നിലാതീരം പൂവിടും ശലഭങ്ങളായി കിനാവനം തേടിടും അവൾ വരും പാതയിൽ താനേ പ്രിയം തരും ഓർമ്മയിൽ വിരൽ തൊടും നേരമെൻ കൂടെ മിഴി തോർന്ന് പോകുമോ തിരയായി എന്നിൽ നിന്നു മകളെ അഴലാർന്നു വാടുമോ ആ കഥാ
കഴിഞ്ഞ പ്രാവശ്യത്തിന് ബാലൻസ് ഉണ്ട് കേട്ടോ. തരാന്നേ. ഓ എന്റെ മനുഷ്യ, ഇന്നേലും ഇതൊക്കെ നിർത്തി എവിടെയെങ്കിലും അടങ്ങിയൊതുങ്ങി ഇരുന്നുകൂടെ നിങ്ങൾക്ക്? ഒരു കോലം കണ്ടില്ലേ? കണ്ടാലും തിരിച്ചറിയില്ല. രാത്രി തിരിച്ചറിയുന്നുണ്ടല്ലോ, അത് മതി. അരി ഉണക്കിയാ മതി, വറക്കണ്ടേ? ഗണേശ് എന്ത് പറ്റിയടേ? ഓ, നീ എവിടെയായിരുന്നു 2 ദിവസം? ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞായിരുന്നല്ലോ എന്ത് അണ്ണാ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കുഞ്ഞിക്കാലിനെ കഴിഞ്ഞു. എൻ്റെ മനസ്സിലെ വിഷമം മനസ്സിലാക്കിയാണെന്ന് തോന്നുന്നു ചേച്ചി പറഞ്ഞു, ഗണേശ ആ തേങ്ങാസ്വാമിയെ പോയി ഒന്ന് കാണടാന്ന്. അല്ല ചേച്ചി? എന്നിട്ടെന്തൊരു ചേച്ചി പറഞ്ഞ കറക്റ്റാണ്. തേങ്ങാസ്വാമി അച്ചട്ട് ഒറ്റയടിക്ക് പെണ്ണുമ്പുള്ള ഗർഭിണിയായി. തേങ്ങ കൊണ്ട് ചേച്ചി പ്രസാദം എല്ലാവർക്കും കൊടുക്കും. ജാതിയില്ലാത്ത ദൈവങ്ങളെ മക്കളെ ആര് വിളിച്ചാലും വിളിപ്പുറത്താ. തങ്ക സ്റ്റോഴ്സിൽ നിന്ന് കാശ് കിട്ടിയോ? ഇല്ലണ്ണ, അത് ലവ്മാർക്കിന് സാധനം കൊടുക്കണ്ട കേട്ടോ. ഹലോ, ആ രജനെ. എടാ, ചെറിയൊരു സീനുണ്ട്. അച്ഛനെന്തോ ചെറിയ സംശയമുള്ളതുപോലെ. അതിന്റെ തോന്നലായിരിക്കട്ടെ. തോന്നുന്നു. ആ ശരി. യൂണിവേഴ്സിറ്റിയിലേക്കല്ലേ? ഞാൻ വിടാം. എടാ, നോക്കിക്കൊണ്ടിരിക്കാതെ പടപടാന്ന് എടുത്തോണ്ട് പോടാ കൊണ്ട്. ഇരിക്കണ് ചിത്രനോട് എന്താ? എടാ, ആദ്യം ഇതൊന്ന് പ്രഖ്യാപിക്കട്ടെ. അതുവരെ ഇതെല്ലാം കൂടെ എടുത്ത് ഗോഡൌണിൽ അങ്ങനെ കൊണ്ടുപോയി വണ്ടി ഇടോ. നിനക്ക് എന്നാണോ രാഷ്ട്രീയം പഠിക്കുന്നത്? നീ കേസ് കൊടുക്കണ? കൊടുക്കും. അതിന് നീ ഇവിടെ ജീവനോടെ പുറത്തു പോയല്ലേ? ഇരിക്കടാ, ഇതിന്റെയൊക്കെ കണക്ക് ക്രിസ്റ്റഫർ കണ്ടെടുത്തോളൂ കേട്ടാ. അവൻ അടുക്കുന്നില്ലല്ലോ. ഇങ്ങോട്ട് വാടാ, ഇതൊന്ന് തീർക്കട്ടെ. കഴക്കൂട്ടം ക്രിസ്റ്റഫറിന്റെ വാക്കും കേട്ട് നീ എനിക്കെതിരെ കോടതി പോകാനാണ് പ്ലാനെങ്കിൽ 3-ന്റെ അന്ന് നിന്റെ ശവം കരമനയാറ്റി പോകും. ഇല്ലെങ്കിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ നിന്നെ ഉമ്മാര് വീട്ടിൽ കൊണ്ടാക്കും. ഒന്ന് പേടിപ്പിക്കാതെ പോടോ പിള്ളേ. കിട്ടിയൊന്നും പോല. 2 ദിവസം കൂടെ സൂര്യനെ കാണാതിരിക്കുമ്പം ഇവൻ താനെ പത്തി മടക്കും, ഇല്ലെങ്കിൽ മടക്കിക്കും. സൈമ, രജനിക്ക് ഏതോ ഒരുത്തനായിട്ട് എന്തോ ഒരു ഇടപാട് നോക്കിയത്. ഓട്ടോ അതെ, ഒന്ന് മ്യൂസിയം വരെ. ചേട്ടാ, ഇച്ചിരി വേഗം. പ്രായ വ്യത്യാസം അത്ര വലിയ പ്രശ്നമാണോ? എൻ്റെ അച്ഛൻ എന്തായാലും അതൊരു പ്രശ്നമായിരിക്കും. എന്ത് പ്രശ്നം? എടേ, നമ്മുടെ ഫഹദും നസ്രയും 12 വയസ്സിന്റെ വ്യത്യാസമുള്ളൂ.
എൻ്റെ മാമനും മാമിയും തമ്മിൽ 16 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. തെണ്ടുൽക്കറിനേക്കാളും മൂത്തയിലെ ഭാര്യ അഞ്ജലി. അതുകൊണ്ട് പ്രായം ഒരു വിഷയമേ അല്ല. പിന്നെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. നിന്റെ അച്ഛൻ്റെ മുന്നിൽ വന്ന് നെഞ്ചും പിരിച്ച് ഞാൻ പെണ്ണ് കഴിക്കും. അതിനുള്ള ധൈര്യം വയ്ക്കാതെ ജീവൻ ആർക്കുണ്ട്? ധൈര്യം നിനക്ക് ചെന്ന് നോക്ക്, അവർ തന്നെ തേച്ചൊട്ടിക്കും. എൻ്റെ ചേച്ചി, എൻ്റെ അച്ഛൻ്റെയും ചേട്ടൻ്റെ മുന്നിൽ ചെന്ന് പെണ്ണ് കഴിക്കാൻ മാത്രം ശക്തനൊന്നുമല്ല നീ. അതിനുള്ള ധൈര്യവും നിനക്കില്ല. അപ്പം ഞാൻ ശക്തനുമല്ല, എനിക്ക് ധൈര്യവുമില്ല. എന്നാ നീ പറ. നീ കാര്യം മനസ്സിലാക്ക്, പ്രാക്ടിക്കൽ ആവും രജി. നമ്മൾ രജിസ്റ്റർ ഇന്ന് ഒളിച്ചോടുന്നു. പിന്നെ ഇലക്ഷനൊക്കെ ആയത് കാരണം അച്ഛനൊന്നും മിണ്ടൂല. പുള്ളിക്ക് പണി കിട്ടുന്നവരെയാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാം പ്ലാൻ ചെയ്തിട്ട് നീ വിളിക്കും, ഞാൻ ഇറങ്ങി വരാം. അല്ല, ഞാൻ ശക്തനൊന്നും അല്ലല്ലോ. എൻ്റെ വീട്ടുകാരാണോ വലിയ ആൾക്കാർ. ഒട്ടിക്കും പോയി. പക്ഷെ ലേറ്റായി പോയി. ശക്തനല്ലാത്ത ഞാൻ പുറത്ത്. But I am strong. ഞാൻ ശക്തനാണ്. ഞാൻ ശക്തനല്ലേ? പിന്നല്ലേ, നമ്മൾ രണ്ടുപേരും ശക്തരാണോ? ഓ രജി മതി, എണീറ്റോ. താങ്ക് യു ചേട്ടാ. താങ്ക് യു ചേട്ടാ. താങ്ക് യു. എല്ലാത്തിനും താങ്ക് യു. എല്ലാവർക്കും താങ്ക് യു. ഇനി നേമമണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് വാർത്തയിലേക്ക്. KSP സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കുമെന്ന് കേരള സോഷ്യലിസ്റ്റ് പാർട്ടി സെക്രട്ടറി ശംഖുമുഖം ചന്ദ്രചൂഡൻ അറിയിച്ചു. ഘടകകക്ഷികളുമായി കൂടിയാലോചിച്ച് മണ്ഡലത്തിലെ ഏറ്റവും പറ്റിയ സ്ഥാനാർത്ഥിയായിരിക്കും നമ്മൾ മത്സരിപ്പിക്കുന്നത്. 100% വിജയം ഞങ്ങൾക്കത് ഉറപ്പാണ്. മാഡം ഗുഡ് മോർണിംഗ്. ആ ഹരിദാസാ, എന്തോന്ന് ഗുഡ് മോർണിംഗ്. നല്ലൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്താ മാഡം? തന്റെ സസ്പെൻഷൻ ഓർഡർ നാളെ വരും. 2 ഗാർഡുമാരെയും പിരിച്ചുവിടാനാണ് ഓർഡർ. ഞാനെങ്ങനെ മാഡം കുറ്റക്കാരനാണ്? കുറ്റക്കാരനല്ലേ? ഒരു മിനിറ്റ്. അതായത് മൃഗശാലയിലെ ദർശൻ എന്ന സിംഹത്തിന് കൊടുക്കേണ്ട 7 കിലോ ഇറച്ചിയിൽ നിന്നും എല്ലാ ദിവസവും ഓരോ കിലോ വീതം 2 ഗാർഡുകൾ വീട്ടിലേക്ക് കടത്തുന്നതായി കണ്ടെത്തിയിരിക്കുന്നു. രാവിലെ 3 കിലോ ഇറച്ചി സിംഹത്തിന് കൊടുത്ത ശേഷം 2 കിലോയിൽ മണ്ണെണ്ണ തേച്ച് കൂട്ടിലിടുന്നു. ബാക്കിയുള്ള ഇറച്ചിയാണ് തമ്പി, ഹംസ എന്നീ ഗാർഡുകൾ പങ്കിട്ടെടുക്കുന്നത്. ആ മണ്ണെണ്ണ തേച്ച ഇറച്ചി സിംഹത്തിന് കഴിക്കാനാകാതെ കൂട്ടിൽ കിടക്കുന്നതിനാൽ ഭക്ഷണം നൽകിയിട്ടില്ല എന്ന സംശയം സന്ദർശകർക്ക് തോന്നില്ല. സെക്യൂരിറ്റി ഓഫീസറായ KJ ഹരിദാസ് നായർക്ക് ഈ തിരിമറി കണ്ടെത്താൻ കഴിയാത്തതും ഗുരുതരമായ കൃത്യവിലോപമായി അന്വേഷണത്തെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. എടോ, ഇത് കണ്ടുപിടിക്കേണ്ടത് ഐസക് ന്യൂട്ടനോ കൊളംബസോ ഒന്നും അല്ലല്ലോ, താനല്ലേ? മാഡം, ഈ കേസിൽ തന്നെ എങ്ങനെയാലും ഒന്ന് ഉരുത്തരും. എന്തെന്ന്? ഉരുത്തരും കേസ്. ബെസ്റ്റ്. ഞാനേ ജസ്റ്റ് ഊരി പോന്നതാ. തന്നെ കൂടെ രക്ഷിക്കുന്നാലേ ഞാൻ പെടും. എനിക്ക് ഇനിയെങ്കിലും നന്നായി കൂടിയുള്ളൂ. നാളെ പോലെ നന്നായിക്കോ. ഇന്ന് അർജന്റ് ഒരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ട്, ജസ്റ്റ് ഒപ്പിട്ടിട്ട് പോവേ. എടോ എടോ, ഇൻവെന്ററിയിൽ അശോകനില്ല, അതെങ്കിലും ഒന്ന് ചെക്ക് ചെയ്തിട്ട് ശരി പോണം. ഒറ്റണത് ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാം പറ്റി. പോയവര് വോട്ടറാ, നീ സ്ട്രോങ് അല്ലേ? അപ്പനും ചേട്ടനും എന്നെ തേച്ചൊട്ടിക്കും. പ്ലാനിങ്ങാടാ, എല്ലാം പ്ലാനിങ്. പ്ലാനിങ് അല്ലടാ, ചെക്കിങ്. പേടിക്കാൻ പുല്ലടാ പോലീസ്. പോലീസിനെ പേടിക്കുന്ന കാര്യമില്ല. ഒന്ന് ഞാനല്ലടാ കാറിലിരിക്കും. വിളിക്കാം, ഞാൻ വിളിക്കാം. ആ തിരിച്ചു വിടും. ഒരു മിനിറ്റ്, നീ ഒന്ന് പീസായ. നീ എന്തിനാ ആരെയാ പേടിക്കുന്നത്?
ഒന്ന് തണുപ്പിക്കുന്നത് നല്ലതാണ്. ഒരു മിനിറ്റ്, നീ ഒന്ന് ഇവിടെ വരി, ഞാനിപ്പോ വരാം. ചേട്ടാ, ഒരു വാനില ഒരു സംഭാരം. വാനില സംഭാരം അല്ല, ബട്ടർ സ്കോച്ച് ഉണ്ടോ? ബട്ടർ സ്കോച്ച് ഉണ്ട്. വേണ്ട, സ്ട്രോബെറി എടുത്താൽ മതി. താൻ ആദ്യം ഒന്ന് തീരുമാനിച്ചു, എന്നിട്ട് പറ. ഇവിടെ വേറെ ആൾക്ക് സാധനം കൊടുക്കണം. അല്ലടാ കാട്ടിലെ രാജാവ്. എന്നാ വാനില മതി. ഉറപ്പിച്ചാ? ആ, സംഭാരം. ശ്രീലക്ഷ്മി, ഹരീഷ്, ഋത്തി എല്ലാരും വന്നില്ലേ? നിങ്ങൾ എല്ലാവരും പഠിച്ച പക്ഷികളെയും മൃഗങ്ങളെയും എല്ലാം നേരി കാണാൻ പോയി. ശ്രദ്ധിച്ച് കണ്ടോണം. എന്നിട്ട് ടീച്ചർ ചോദിച്ചു. പണി തന്നെ, നാളെ അറിയാം. ഒരു വെളിപാടുണ്ടാകുന്നു. ഹലോ, നിങ്ങളിത് എവിടെ എത്തി? ഒരു അരമണിക്കൂറിനകത്ത് എത്തും. 1 മണിക്കൂറോ? ഇതിനെങ്കിലും സമയത്തിന് എത്തുമെന്ന് വിചാരിച്ച എന്നെ വേണം പറയാൻ. ഇവിടെ ഈ അളിയൻ എത്താറായില്ലേ ചേച്ചി? നിന്റെ അളിയൻ എത്തിക്ക് നമ്മുടെ സമയത്തിന് പോയത് തന്നെ. എന്തൊക്കെ ചെയ്തിട്ട് ഈ മനുഷ്യനൊരു മാറ്റമില്ലല്ലോ ഈശ്വര. ഇവിടെ വരേണ്ട പ്രശ്നങ്ങളൊന്നും നമ്മുടെ ലൈഫിലില്ല മാഡം. ഇതാണ് പ്രശ്നം. എല്ലാത്തിനും ഒരു ഒളിച്ചോട്ടം. പിന്നെ എന്ത് പ്രശ്നം? മാഡം, പ്രേമമാണ് വിഷയം. പ്രേമം വേറെ, കല്യാണം വേറെ, അങ്ങനല്ലേ? കല്യാണത്തിന് ശേഷം ഞാൻ പ്രേമിച്ചിട്ടേ ഇല്ലാന്ന. പ്രേമം അത് അന്നും എനിക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്റെ സമയം, എന്റെ ലൈഫ്, എന്റെ കരിയർ, അതെല്ലാം ഞാനാ വേസ്റ്റ് ചെയ്തത്. കല്യാണ ശേഷം മൃദുലയ്ക്ക് ഒരു ജോലി ആകാരുന്നല്ലോ. പറ്റിപ്പോയി മാഡം, ഇപ്പൊ എന്റെ ശമ്പളം, അച്ഛന്റെ പെൻഷൻ, പിന്നെ അല്ലറ ചില്ലറ വാടകയും കിട്ടും. ഈ വീട് നോക്കാൻ ഒരാൾ വേണ്ടേ? അതൊരു ചെറിയ കാര്യമല്ലല്ലോ. ഹരിദാസ് ആ പറഞ്ഞത് ശരിയായില്ല. ഓരോരുത്തർക്കും അവരവരുടെ ഡ്രീംസും അംബിഷൻസും ഒക്കെ ഇല്ലേ? ഉണ്ട് മാഡം. ഹരിദാസ് പറഞ്ഞതുപോലെ പ്രേമിച്ച് നടക്കുമ്പോഴുള്ള ലൈഫല്ല അതിനുശേഷം. ഹരിദാസ് എന്നെ പ്രേമിച്ചിട്ടില്ല. കമ്പൈൻ സ്റ്റഡി എന്നൊക്കെ പറഞ്ഞ് കൂടെ ഇരുന്ന് പ്രേമ അഭിനയിക്കായിരുന്നു. ഹരിദാസിന് ഈ കല്യാണം ആവശ്യമായിരുന്നു. അതാണ് സത്യം. ഇതാണ് മാഡം പ്രശ്നം. ഇങ്ങനെ മുൻധാരണകളോടെ പോയാൽ എന്ത് ചെയ്യും? ഹരിദാസേ, പ്രണയം കല്യാണത്തോടെ തീർന്നെന്ന് കരുതരുത്. നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്. അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നിയാൽ സ്വല്പ സമയം കണ്ടെത്തി അതങ്ങ് സംസാരിച്ച് തീർക്കണം. അത്രയല്ലേ ഉള്ളൂ. മൃദുലേ, നീ പോയൊരു കട്ടനിട്ടേ. അവനിങ്ങ് വരണ്ടേ? ചേച്ചി, അളിയൻ വരില്ലേ? അയാളിപ്പോ നീ കണ്ടല്ലേ അവളെന്നെ തേച്ച്? ഒരു വാക്ക് പറയരുത്തില്ല. എന്റെ പ്രേമത്തിന്റെ ശവപ്പറമ്പായിരുന്നു. ജസ്റ്റ് ഒരു വാക്ക്.
എനിക്ക് ധൈര്യമില്ലാതെ ഞാൻ ശക്തനാണ്. സാറ് ഇതുവരെ പോയില്ലേ? ഇല്ലടോ, ഇൻവെന്ററി ചെക്ക് ചെയ്യാനായിട്ട് നിന്നാ. ഇപ്പൊ തന്നെ ലേറ്റായി പോയി. ഫാമിലി ഫംഗ്ഷനാണ് മോനെ, പോയില്ലെങ്കിൽ പണി തീർന്നു. ദർശന്റെ ഇവിടെ ചെല്ലു സാർ. ദർശന്റെ ഇവിടെ. ദർശന്റെ അവിടെ എമർജൻസി ആണ്. ദർശന്റെ ഇവിടെ സാർ. അവിടെ പ്രശ്നമാണ്, ഭയങ്കര പ്രശ്നമാണ്. പെട്ടെന്ന് ചെല്ലു സാർ. ഇവിടെ ആരും ഇല്ലായിരുന്നോ? ആൾക്കാരെല്ലാം ഒന്ന് പുറകോട്ട് മാറിക്കാം. ദൈവത്തെ ഓർത്ത് ശബ്ദം വെക്കരുത്. ദൈവം പുറകോട്ട് മാറിക്കാം. ഇത് സിംഹക്കൂടാണ്, അല്ലാതെ കിളിക്കൂടല്ല. നിനക്ക് അടുത്തൊന്ന് കൊഞ്ചിക്കാനായിട്ട്. ഒരു ഭ്രാന്ത ധൈര്യമില്ല. കാട്ടിലെ ശക്തനാണെങ്കിൽ ഈ റേജ്മോൾ നാടാര് ഈ നാട്ടിലെ ശക്തനാ. സിംഹമാണ്. ഇറങ്ങുവാണ്. ഒറ്റയ്ക്ക് സാറ അവന്റെ കൂട്ടുകാരനോ? അവന് സിംഹം പിടിച്ച് കർമ്മം ചെയ്യും. അവനെ പിടിച്ച് മാറ്റി നിർത്തിയാ വിടരുത് അവനെ. സാറ അവൻ വരും. ദൈവത്തോർത്ത് അറിയരുത്, സിംഹമാണത്. ദർശൻ ഇന്ന് വല്ല കഴിക്കാൻ കൊടുത്തായിരുന്നു? 5 കിലോ ഇറച്ചി കൊടുത്തു സാർ. എത്ര? കഷ്ടം തന്നെടോ. മാഡം ഇപ്പൊ കുറച്ച് സമയം എന്തായാലും പിടിച്ചു നിൽക്കാൻ പറ്റും. തലയ്ക്ക് വെളിവില്ലാത്ത ആളാട്ടോ. ഒരു കാര്യം ചെയ്യും, താൻ പോയി ഒരു ഏണി സംഘടിപ്പിച്ചിട്ടോ. സാർ റിസ്ക് അല്ലേ? ദർശനം നമ്മളാ ഇവിടെ യൂണിഫോം കണ്ടു കഴിഞ്ഞാൽ ദർശനം അറിയാലോ. താൻ പോയി ഏണി എടുത്തിട്ട് വാ. ഇവിടെ സിംഹം ഗുഹയ്ക്കകത്തുനിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നടക്കൂല. ചെല്ല്. മാഡം എന്തിനാ ഇവിടെ നിൽക്കുന്നത്? മാഡം പോയി കുരുവിള ഡോക്ടറെ ഒന്ന് വിവരം അറിയിക്കുക. എന്നിട്ട് ഫയർഫോഴ്സിനെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യും. ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. മാഡം പോകുന്നില്ലേ? പോയി കുരുവിള ഡോക്ടറെ വിളിക്കും മാഡം. മാഡം ഗുഡ് മോർണിംഗ്. പറഞ്ഞോ. ഹലോ കുരുവിളെ. അയ്യോ പോലീസ്. കാറാ ഉണ്ട് സാർ. ഇൻഷുറൻസ് ഉണ്ടോ? മതി. ഇറങ്ങ. സമയത്തിന് ഒറ്റ ഒരെണ്ണത്തിന് കിട്ടില്ല. ഹലോ Emergency incident call. Get ready, quick! Sir. Get ready, sir. വെള്ളം ഫുള്ളോ സാർ. ബോയ്സ്, ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത്. സിംഹത്തിന്റെ മടയിലേക്കാണ് നമ്മൾ പോകുന്നത്. സാറേ, സംഗീതം പഠിക്കാനാണോ? അല്ലടാ, ഉത്സവം നടത്താനാ. ഇറ്റ്സ് ഓപ്പറേഷൻ ജംഗിൾ കിങ്. Come on, kick.
പടക്കപ്പലിൻ ഇറക്കം പരക്കം പാഞ്ഞ കറക്കം കുടുക്കിൽ വെട്ടതിടുക്കം പേടി മൂടുന്നു കൂടും ചാടി ഉരുക്കിനുള്ള മടക്കം നടുക്കം കൊണ്ട് വിറയ്ക്കും ഒടുക്കം എന്ത് ഭവിക്കും നാട് നോക്കുന്നു കൂട്ടം കൂടി തന്നത്താനിവൻ പോരിനെത്തവേ നാലു കോണിലും ഏണിയായതോ തിന്നുപോയതാ അന്നമൊക്കെയും സിംഹമാണ്, പേടി പാടില്ല. ബുദ്ധിയും ധൈര്യം ഉണ്ടെങ്കിൽ ഏത് ശക്തനെ നമുക്ക് കീഴടക്കാം. ദുരിതമേ പ്രണയം അതികഠിനം തകരുകിൽ ലളിതം സുഖഭരിതം ലഹരിയിൽ കുഴയും പദചലനം മടയിലൊടുങ്ങിടുവാ ദുരിതമേ പ്രണയം അതികഠിനം തകരുകിൽ ലളിതം സുഖഭരിതം ലഹരിയിൽ മാർഗദർശനങ്ങളില്ലാതെ അവരെ കടത്തിവിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓവർ. ഇൻസ്ട്രക്ഷൻസ് പഠിച്ചിട്ടുണ്ട്. ഓവർ. സാറേ ഞാൻ സൂര്യ വെറ്ററിനറി ഡോക്ടറാണ്. സാർ നോക്കും. പൂരം കാണാനാളും കൂടും നേരം കാട്ടുതീപ്പുകിൽ ദിക്കും ലക്കും തെറ്റും കാറ്റിൽ പോലും സംഭ്രമങ്ങളായി മുന്നിൽ നിന്നെ അടരി നലറുമി വീരൻ നേരിലോ കാടിൻ രാജൻ നൂതിപ്പാറും പൊന്നിൻ സടയിലൊരു പൊടി തന്നത്താനിവൻ പോരിന്നെത്തവേ ഓരോ കോണിലും ഏണിയായതോ തിന്നേ പോയതാം അന്നം മുക്കയും അസ്ഥിയിൽ തൊടും സാഹസങ്ങളായി ദുരിതമേ പ്രണയം അതികഠിനം ഞാനിപ്പോ ഉള്ളത് ട്രിവാൻഡ്രം സൂവിലാണ്. ഇവിടെ ഒരു കിടിലൻ കണ്ടന്റ് ആയിട്ടാണ് ഞാൻ ചെയ്തത്. സാധാരണ എന്റെ വ്ളോഗിൽ കണ്ടന്റ് തകരുകിൽ ലളിതം സുഖഭരിതം ലഹരിയിൽ കുഴയും പദചലനം മടയിലൊടുങ്ങിടുമോ രണ്ടാൾക്കാര് ഇവിടെ തന്നെ ഉണ്ട്. അച്ചി വീട്ടി കിടക്കും പോലെ കിടക്കുന്ന കണ്ടില്ലേ. സിംഹമുള്ളതാണ്, അലർട്ടായിരിക്കണം. മിണ്ടാതെ ചെന്ന് പിടിക്കുക കൊടുക്കുക. ഓക്കെ. ഒറ്റ സാർ വട്ടണം എന്നല്ല, ഇവ ഫുൾ പിറ്റാ. ഒറ്റയ്ക്കാ ഒച്ച വച്ച് പൂരം കൂട്ടാ പൊട്ടാ. അടുത്തൊന്നാണ് വേണ്ട, എല്ലാത്തിനും പറയാറുണ്ട്. എടാ മരം ചുറ്റല്ല, എനിക്ക് വീട്ടിൽ പോണോ. ടീച്ചറെ, ദേ സിംഹം.
രക്ഷപ്പെടി രക്ഷപ്പെടി. ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ശക്തന്മാരാരാണെന്നുള്ളത് പറയാം. അല്ല, ശക്തൻ ആരാണെന്നുള്ളത് ഇപ്പൊ അറിയാം. അടിപൊളി. ഒരു റഫറിയുടെ കൂടെ കുറവുണ്ടായിരുന്നു. നൈസ് ടൈം. ആരാണ് ശക്തി? ചാകാനാണെങ്കിൽ വിഷം ഓടിച്ചാ പോലെ വെറുതെ മനുഷ്യന് മനക്കെടുത്താൻ പട്ടി വരും. മരിക്കാനാണെങ്കിൽ ശക്തനായിട്ട് മരിക്കണം. സത്യമാനെ നീ അടിച്ച ബ്രാൻഡ് വരാം, ഞാനത് വാങ്ങിത്തരാം. ഇത് കാട്ടിലെ ശക്തനും നാട്ടിലെ ശക്തനുമായിട്ടുള്ള ഇടപാടാ. കണ്ട, ദാഹം തീർന്നു. മിക്കവാറും നീ സ്റ്റാർട്ടറും ഞാൻ മെയിൻ കോഴ്സും ആവും. അവന്റെ നോട്ടം കണ്ടോ? അവനല്ലേ കാണുന്നത്? അവളല്ലേ ഏവള്? അവള് വഞ്ചന. വഞ്ചന? പണിയായി. പെട്ട് പോവില്ല സാറേ. സാറിനെ വിളിക്കാം. പേടിക്കണ്ട മാഡം, ഞാൻ എത്തിയല്ലേ മാഡം. എന്നാ പിന്നെ മരുന്നിറക്കി ബാക്കി റെഡിയാണേ. ഓരോ നിറച്ചില്ലേ? ട്രാങ്കുലേഷൻ സ്റ്റോക്ക് ഇല്ല. ഇല്ല സാറേ, സാറും ഓർഡർ ചെയ്തില്ലേ? ഇപ്പൊ സാർ ഓർഡർ ചെയ്തില്ലേ? സാറല്ലേ ഓർഡർ ചെയ്യേണ്ടത്? ഇപ്പൊ എന്റെ തലയിലാ എല്ലാടോ. ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ സാറേ. സാധനം കിട്ടി. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാണല്ലോ.
അതൊന്നും കുഴപ്പമില്ല സാർ, ഇത് മനുഷ്യനല്ലല്ലോ, മൃഗത്തിനല്ലേ. താഴ്ന്നു പോടോ, എന്നിട്ടാണ് ഞാനകത്താകാൻ. ഞാൻ പിടിച്ചേ. ഇനി ഇവിടെ ഇന്ന പ്രശ്നമാണ്. ഞാൻ വന്നിട്ടുമില്ല, അമ്മമ്മനെ കണ്ടിട്ടുമില്ല. ഞാനിന്ന് വന്നിട്ടില്ല, ഒപ്പിട്ടിട്ടില്ല, തെളിവില്ല, ലീവാണ്. അടുത്ത തക്കാളി ഇപ്പൊ നീ ചൊല്ലി ജോലി തീർത്തിട്ട് പോയാൽ മതി. താൻ പോകുന്ന എനിക്കൊന്ന് കാണണം. ശമ്പളം തരുന്നതേ ഈ ജോലി തീർക്കാനാ. ഞാൻ പറയുന്നത് താൻ അനുഭവിക്കും. എന്ത് പറ്റി മേഡം? ഒന്നുമില്ല. ചാനലുകാരൊക്കെ വന്നിട്ടുണ്ട്. മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചാലോ? അവരാരാടോ ഇതിനകത്തോട്ട് കയറ്റിവിട്ട്? അവർ ഇതിനകത്ത് കയറാൻ നോക്കട്ടെ. നിങ്ങൾ പോലീസുകാരല്ലേ? കയറ്റി വിട്ടില്ലെങ്കിൽ അവർ നമ്മളെ കുറിച്ച് വേറെ എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കും മാഡം. അവൻ കള്ളു കുടിച്ചിട്ട് ചാടിയതാണല്ലോ. സത്യം എന്താണെന്ന് ജനങ്ങൾ അറിയട്ടെ മാഡം. തനിക്ക് അതൊക്കെ പറയാം. മിനിസ്റ്ററോട് ഞാൻ ഉത്തരം പറയണ്ടേ? അത് മറന്നു. അതെ, മിനിസ്റ്ററുടെ ഓഫീസിലേക്ക് താൻ തന്നെ വിളിച്ച് പറഞ്ഞാൽ മതി. ഓക്കെ, പാടോ. വണ്ടി അകത്തേക്ക് വരാതെ ഒരു രക്ഷയില്ല, ഓശത്തൂല്ല. സാറേ, സൂപ്പർ. എന്താ എന്താ നിങ്ങളുടെ പ്ലാൻ? സിംഹം പുറത്തു വന്നുണ്ട്. ഇനിയും ഏണി വെച്ചിറങ്ങുന്നത് പ്രാക്ടിക്കൽ അല്ല, മാത്രമല്ല അത് ഹൈ റിസ്ക് ആണ്. അതുകൊണ്ട് മയക്കൂടി വെക്കുന്നത് വരെ സിംഹത്തെ അകറ്റി നിർത്താനാണ് ഞങ്ങളുടെ പ്ലാൻ. എന്താ പ്ലാൻ? ഓപ്പറേഷൻ വാട്ടർഫാൾ. പ്ലാൻ സക്സസ്, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഓസ് അവിടേക്ക് എത്തണമെങ്കിൽ ഈ കമാനം പൊളിക്കണം. അയ്യോ, കമ്മാനം അതിലൊന്നും പൊളിക്കാൻ പറ്റില്ല. അതൊക്കെ ഭയങ്കര സംഭവമാ. എന്ത് സംഭവം? മനുഷ്യർ കൊണ്ട് മതിലുകൾ പൊളിയട്ടെ മാഡം. അതല്ലടോ, ഇവിടെ കള്ളന്റെ പ്രതിമയുള്ളതാ. കള്ളന്റെ പ്രതിമ? ആ കള്ളനല്ല, ജനറൽ കള്ളൻ. ജനറലോ? അതല്ലടോ, സൂ ആൻഡ് മ്യൂസിയം കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ്. ദാ നോക്ക്, മേജർ ജനറൽ വില്യം കള്ളൻ. ഈ കള്ളനൊന്നും സംഭവിക്കാതെ ഞങ്ങൾ നോക്കിക്കോളാം. അല്ല, എന്തെങ്കിലും ചെയ്വാണോ? ഇനി നീ ഞാനെന്നത് കാണണമല്ലോ. പട്ടി കണ്ണും കുറിച്ചോണ്ട് വളച്ചിൽ കാണിക്കാൻ അങ്ങോട്ട് ചെന്നാൽ അതെന്നെ കടിച്ചു കീറും. എടാ, അവള് നിന്നെ തേച്ചിട്ട് പോയി നിന്നടുത്ത് ആരാ പറഞ്ഞു? പിന്നെന്താ അവള് വരാത്ത? എടാ, വരാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിലോ ഫോൺ എടുത്തൂടെ? ഫോൺ എടുക്കാൻ പറ്റില്ല. സാറേ, ഞാനല്ല, ഇവനാണ് കണ്ടുപിടിച്ചേക്കുന്നത്. മൈക്രോഫോൺ വെച്ച് വിളിക്കാൻ നിലാവിൽ യമുനയുടെ കരയിൽ നക്ഷത്രമെണ്ണി കിടന്നവന് ഒരു വെളിപാടുണ്ടാകും. എന്താ, ഗോളിയറിലേക്ക് വെച്ച് പിടിക്കാൻ? എന്തിനാ? ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം. ഗോളിയർ ഖരാന മാജിക് പീകോക്കിനെ കുറിച്ചറിയാൻ ചെന്നുപെട്ടത് ഒരു പഴയ സിംഹത്തിന്റെ മടയിൽ. നിലാവിൽ യമുനയുടെ കരയിൽ നക്ഷത്രമെണ്ണിക്കിടന്നവന് ഒരു വെളിപാടുണ്ടാകും. എന്താ, ഗോളിയറിലേക്ക് വെച്ച് പിടിക്കാൻ? എന്തിനാ? ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം. ഗോളിയർ ഖരാന മാജിക് പീകോക്കിനെ കുറിച്ചറിയാൻ ചെന്നുപെട്ടത് ഒരു പഴയ സിംഹത്തിന്റെ മടയിൽ. നിലാവിൽ യമുനയുടെ കരയിൽ നക്ഷത്രമെണ്ണിക്കിടന്നവന് ഒരു വെളിപാടുണ്ടാകും. എന്താ, ഗോളിയറിലേക്ക് വെച്ച് പിടിക്കാൻ? എന്തിനാ? ഹിന്ദുസ്ഥാനി സംഗീതം. സമാധാനായല്ലോ? അളിയനുണ്ടായിരുന്ന ഒരു ബലമായിരുന്നു. ബലത്തിന് നീ വല്ല ഗോട്ടഹോസ്തിക്കാരല്ലോ പോണേ? അല്ല ചേച്ചി, എന്നാലും അച്ഛാ, മതി കുടിച്ചത്. വാ പോവാ. വരുന്നുണ്ടോ? ശംഭുവേ, ആ പെണ്ണും പിള്ളേ മാപ്പറകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ചത്തുകൂടെ നിന്നോണം. നുണ പറഞ്ഞ് പൊളിക്കും നമ്മള്. ഓക്കെ ആണോ ശംഭു? നമസ്കാരം.
ഈ നിമിഷത്തെ ഞെട്ടിക്കുന്ന വാർത്ത ബിഗ് ബ്രേക്കിംഗുമായി തിരുവനന്തപുരം മൃഗശാലയിലാണ് സ്കൈ TV ഇപ്പോൾ നിൽക്കുന്നത്. തിരുവനന്തപുരം മൃഗശാലയിലെ ദർശൻ എന്ന സിംഹത്തിന്റെ കൂട്ടിലേക്ക് ഒരു ചെറുപ്പക്കാരൻ ചാടിയിരിക്കുകയാണ്. ആളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ഇപ്പോൾ ലഭ്യമായിട്ടില്ല. തിരുവനന്തപുരം മൃഗശാലയിലെ സിംഹക്കൂട്ടിലേക്ക് ഒരാൾ ചാടിയതായി അറിയുന്നു. ചാടിയതാണോ അബദ്ധത്തിൽ വീണതാണോ എന്ന കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണമില്ല. സിംഹത്തിന്റെ കൂട്ടിലേക്ക് ചാടിയത് നെയ്യാറ്റിൻകര സ്വദേശിയായ റെജിമോൻ എന്ന ആളാണെന്നറിയുന്നു. റെജിമോനെ പുറത്തെത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. റെജിമോൻ നാടാരെയും ഹരിദാസ് നായരെയും രക്ഷപ്പെടുത്താനെത്തിയ ഫയർഫോഴ്സിന്റെ ട്രക്ക് ജനറൽ കള്ളന്റെ പ്രതിമയുള്ള കമാനം പൊളിക്കാൻ പറ്റാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നും ചുവന്ന മെഡലുകൾ നേടിയ JK സുജനപാലിനാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ സിംഹം കടിച്ച് കീറി തുപ്പുന്നതിന്റെ രക്തപങ്കിലമായ ദൃശ്യങ്ങൾ ഓർത്തുകൊണ്ട് റെജിമോന്റെ കൂട്ടുകാരൻ അനസ് ഇവിടെ ഒറ്റയ്ക്കിരിക്കുകയാണ്. അനസ്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഞങ്ങളോട് പറയൂ. അവൻ കാറിനകത്തിരിക്കുകയായിരുന്നു. ഞാനും സംഭാരം മേടിക്കാൻ വേണ്ടി പുറത്തു പോയി വന്നപ്പോഴേക്കും അവൻ അകത്തില്ല. ഞാനൊന്ന് പുറത്തന്വേഷിച്ചപ്പോ അവൻ പുറത്തുമില്ല, അവനകത്താ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടൊന്ന് ചാനലുകാരൊക്കെ പറഞ്ഞിട്ടൊന്ന് പുറത്തിറക്കി തരണം. അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ അകത്തും പുറത്തും അനുഭവിച്ച വേദനകളാണ് എന്ന് അദ്ദേഹം നമ്മളോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഹലോ, അൻസു എവിടെ എത്തി? മന്തി റെഡിയാണ് കേട്ടോ, കച്ചമ്പരം. പപ്പടം വേണേ നിങ്ങൾ വന്നിട്ട് പൊരിക്കാം. പറ, ഞാൻ വിളിക്കാൻ പറ. പിന്നെ പോളെ വാങ്ങാൻ മറക്കല്ലേ. പറ, ഞാൻ വിളിക്കാന്ന് പറഞ്ഞില്ലേ. അല്ല അത് പിന്നെ. ഹലോ ഹലോ, സ്കൈ ന്യൂസിൽ ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞ കാര്യം വേറെ ഒരു വാർത്തക്കാരോടും പറയാം. എക്സ്ക്ലൂസീവ് ആയിട്ട് കിടക്കും. ചേച്ചി, ഒരാളെ അറിയാൻ 10 മിനിറ്റ് കൊണ്ടൊക്കെ പറ്റുമോ? ലക്കാടാ, 10 മിനിറ്റ് അല്ല 10 മാസം കണ്ടതല്ല ഞാൻ കോച്ചിങ് ക്ലാസ്സിലെ ഹരിദാസിനെ. എന്നിട്ട് എന്തായി? പൊതുവെ ആൾക്കാർ PSC കോച്ചിങ് ക്ലാസ്സിന് പോകുന്നത് പണി കിട്ടാനാ. ഇവിടെ ശരിക്കും എനിക്കാ പണി കിട്ടിയത്. ഈ മുടിഞ്ഞ പ്രേമില്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും റാങ്ക് ലിസ്റ്റ് കയറി ഒരു നല്ല സർക്കാർ ജോലിയെങ്കിലും കിട്ടുമായിരുന്നു. എത്രയോ പ്രേമം വീട്ടുകാരെ എതിർക്കുന്നുണ്ട്. എന്റെ വീട്ടുകാരെ കൊണ്ട് അങ്ങനത്തെ ഒരു ഗുണം ഉണ്ടായിട്ടില്ല. ചേച്ചി, എ സ്മൂത്ത് സീ നെവർ മെയ്ഡ് എ സ്കിൽഡ് സെയിലർ. ലൈഫും അങ്ങനെയാണ്, കുറച്ചൊക്കെ നമ്മൾ സഹിക്കണം. എത്രയെന്ന് വെച്ചിട്ടാണോ സഹിക്കുക? അച്ഛൻ ഇവരുടെ കാര്യത്തിൽ നിന്ന് ഇടപെട്ടൂടെ? ഓ പിന്നെ, ഇതിനെക്കാട്ടും വലിയ ആൾക്കാർ നോക്കിയതാ. ഒന്നും നടന്നില്ല. നീ റെഡിയായില്ലേ? അവരിങ്ങ എത്താറായി. എന്റെ ഫോണിങ്ങതാ. അത് അച്ഛന്റെ കസ്റ്റഡിയിലാ. നീ വന്നില്ലെങ്കിൽ അറിയാലോ അച്ഛന്റെ സ്വഭാവം. ആഹാ, ആ അച്ഛന്റെ മോള് തന്നെയാ ഞാനും. മോളെ, തൽക്കാലം നീ ഒന്ന് റെഡി ആയിട്ട് വാ. എന്റെ മൊബൈൽ ഇങ്ങ് താമേ. അത് അമ്മ വാങ്ങി തരാം. നീ റെഡി ആയിട്ട് വാ. കണ്ടിഷ്ടപ്പെട്ടില്ലെന്നോ തമ്മി ചേരത്തില്ലെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാ മതി. ആ ചെല്ലേ. നീ എന്താ ഒരുങ്ങിയില്ലേ? ശ്രീ, നീ ഒന്ന് പോയി. അവളൊന്ന് റെഡി ആവട്ടെ. അതെ, പെട്ടെന്ന് റെഡി ആവണേ. ഓടാ. റെജിമോൻ രക്ഷപ്പെടാൻ വിസമ്മതിക്കുന്നതാണ് മറ്റൊരു ഏണിയിറക്കിയുള്ള രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നത്. മാത്രമല്ല, സിംഹം പുറത്തു വന്നതുകൊണ്ട് അവിടേക്ക് ആളുകൾ ഇറങ്ങിയാൽ അത് ദർശനെ കൂടുതൽ വയലന്റ് ആക്കിയേക്കാം. അതുകൊണ്ട് ഇപ്പോൾ ചേർനോട്ടിലൂടെ റെജിമോനെ രക്ഷപ്പെടുത്താനുള്ള മാർഗമാണ് ഫയർ ആൻഡ് റെസ്ക്യൂക്കാർ ആലോചിക്കുന്നത്. അവശരായവരെയും അബോധാവസ്ഥയിലായവരെയും ഒക്കെ രക്ഷപ്പെടുത്താൻ അസാധാരണ സന്ദർഭങ്ങളിൽ ഫയർ ആൻഡ് റെസ്ക്യൂക്കാർ ഉപയോഗിക്കുന്ന രക്ഷാപ്രവർത്തന മാർഗമാണ് ചേർനോട്ട്. കയറിൽ കുരുക്കിട്ട് കാലിലൂടെ കയറ്റി ശരീരത്തെ കൊളുത്തി ഒരു കസേരയിലെ പോലെ ഇരുത്തി റെജിമോനെ ഹരിദാസിന്റെ സഹായത്തോടെ രക്ഷപ്പെടുത്താനുള്ള മാർഗമാണ്. ആയോ? ഒന്ന് എടുത്തു. ഒരു സെക്കൻഡ്, സാറ് വിളിക്കുന്നു, അഭിനന്ദിക്കാനാ. സാറേ പറ സാറേ. പ്രഹ്ലാദ, നീ അവിടെ നടക്കുന്നു അറിയുന്നില്ലേ? ആ അശ്വിനി ലൈവില് വന്നിട്ട് തകർക്കുന്നത് താൻ കാണുന്നുണ്ടോ? തന്നെ അവിടെ ഉണക്കാനിട്ടേക്ക് വേണം. എടോ പ്രഹ്ലാദ, സിംഹം അവനെ തിന്നാലും ഇല്ലെങ്കിലും TRP നമുക്ക് അടിക്കണം. അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആദ്യം ബ്രേക്ക് ചെയ്ത് നമ്മളായിരിക്കണം. എടോ, ചാനൽ കാണുന്നവർക്ക് തോന്നണം അവരാണ് സിംഹത്തിന്റെ കൂട്ടിലെന്ന്. മനസ്സിലായോ? മനസ്സിലായി സാറേ, മനസ്സിലായി. അണ്ണാ പോയി ഉണ്ടാക്കാം. എന്നെ നോക്കി നോക്കുക. ഷൂട്ട് ചെയ്യാൻ പാടില്ല നിനക്ക് ഇങ്ങോട്ട്. ഹരിദാസൻ വിടരുത്, വിടരുത്. പറയാൻ പറ്റൂ. എനിക്ക് വീട്ടിൽ പോലോടാ, എന്റെ ഭാര്യ എന്നെ കൊണ്ടുപോകുന്നു. അവനെ
സിംഹക്കൂട്ടിലാണോടാ പ്രസവിച്ചത്? എന്താ പറഞ്ഞേ സാർ? കൂടെ വരാന്ന് ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. അവര് വിടില്ലേ? തരക്കാരുള്ള കളിയാ. തരക്കാറാ എടാ ദർശന് വിശന്ന് കഴിഞ്ഞ കളി മാറും. കളി മാറണം, ഇല്ല ഞാൻ മാറ്റം പാടാം. ഇനി നീ നോക്കണ്ട, ബാക്കി അത് നോക്കിക്കോളും. വരൂ വരൂ. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ഇരവിക്കുട്ടിപ്പുള്ള പടത്തലവന്റെ പിന്മുറക്കാരന്റെ വീടോ? അതൊക്കെ ഒരു കാലം. തലക്കുളത്തുകാർ തന്നെ പറയണോ ഇത്? ഞങ്ങളുടെ മുകളിലായിരുന്നല്ലോ ഒരു കാലത്ത്. ഇരിക്കും. ഇതാ മോള് മൃദുല. ഇയാളാണ് ആള്. ഓ അറിയാം, മൃദുൽ. മർച്ചന്റ് നേവിയിൽ എത്ര നാളായി? 3 years ആയി. നേവിയിൽ എന്തേ ഉള്ളൂ. ഇവനും മർച്ചന്റാ. മർച്ചന്റ് അസോസിയേഷൻ നേമം യൂണിറ്റ് പ്രസിഡന്റാ. ഓ, അപ്പൊ ഇനി അച്ഛനെ പോലെ രാഷ്ട്രീയത്തിലേക്കായിരിക്കും. ഓ, അതിന് രാഷ്ട്രീയ തല വേണം. ഇവനതില്ല. ആദ്യമായിട്ടാ ടെൻഷനാ. ഇവരൊരു 10 മിനിറ്റ് സംസാരിക്കട്ടെ അല്ലേ? അല്ലടാ. പിന്നെ വേണം. അവരൊന്നിച്ച് ജീവിക്കാനുള്ളവരല്ലേ? ഹായ് രചന. ഹായ് മൃദുൽ. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നല്ലേ? ആക്ച്വലി മാരേജ് ഇസ് എ പാർട്ണർഷിപ്പ് ബിറ്റ്വീൻ 2 hearts. Don't you think so? മൊബൈൽ 999-588. അല്ല, മൊബൈൽ ഒന്ന്. ഓ ഷുവർ. ഒരു മിനിറ്റ്. നമ്പർ സേവ് ചെയ്ത് തരാനായിരിക്കും. അവൻ കാറിനകത്തിരിക്കുകയായിരുന്നു. ഞാനൊന്ന് പുറത്തിറങ്ങി സംഭാരം മേടിച്ച് വന്നപ്പോഴേക്കും അവൻ അകത്തില്ല. അവൻ പുറത്ത് ചോദിച്ചപ്പോൾ അവൻ പുറത്തുമില്ല. അവനകത്താ. ഇയാൾ ഇതിനു മുമ്പ് മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ സർ? ഇയാൾ അവസാനമായി നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഹലോ ഹലോ, ആരാ? എടാ അനസേ, രജനയാ. രജമോന് ഫോണ് കിട്ടുന്നില്ല. എടി രജന, നീ ഇത് എവിടെ പോയി കിടക്കാണ്? എടാ അവൻ എവിടെ? എടി ഞാൻ ലൈവിലാ. ലൈവിലാ? എന്ത് ലൈവ്? ടിവി. ടിവിയാ? ടിവി ഒന്ന് ഓൺ ചെയ്.
തന്റെ ജീവിതത്തിൽ ഇന്ന് രാവിലെ അരങ്ങേറിയ ചില അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് മദ്യപിച്ച് മൃഗശാലയിലെത്തുകയും സിംഹത്തിന്റെ കൂട്ടിലേക്ക് എടുത്തു ചാടുകയുമായിരുന്നു റെജിമോൻ നാടാർ. ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് ഇനി രക്ഷാപ്രവർത്തകർക്ക് മുന്നിലുള്ളത്. മൃഗശാലയിൽ നിന്നും വരുന്നത് ഒരു ദുരന്ത വാർത്ത ആകാതിരിക്കട്ടെ. വണ്ടിയടാ എന്താ വെച്ചേ? നീ എന്താ അവളുടെ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ എന്തിനാണ് അവളങ്ങോട്ട് പോയത്? സ്വന്തം ജീവൻ പോലും പണയം വെച്ച് സിംഹത്തിന്റെ കൂട്ടിലേക്ക് എടുത്തു ചാടിയ മൃഗശാല ജീവനക്കാരൻ ഹരിദാസ് നായരുടെ ധൈര്യം അഭിനന്ദനീയമാണ്. മറ്റുള്ളവർ നോക്കി നിൽക്കെ രണ്ട് കൽപ്പിച്ച് സിംഹത്തിന്റെ കൂട്ടിലേക്ക് ഇറങ്ങിയ ഹരിദാസ് നായരുടെ ജീവനും ഇപ്പോൾ അപകടത്തിലാണ്. അയ്യോ അളിയ ഒന്ന് വന്നേ. വാ പറയാം. വാ ഒന്ന് വന്നേ. അതൊന്ന് പെട്ടെന്ന്. ബാക്കിൽ കിടക്ക്. ദുരിതമേ പ്രണയം അതികഠിനം തകരുവിൽ ലളിതം സുഖഭരിതം ലഹരിയിൽ കുഴയും പദചലനം മടയിലൊടുങ്ങിയിടുമോ ഹലോ മാഡം, ന്യൂസ് മലയാളത്തിൽ നിന്നാണ്. ഒരു ബൈറ്റ് വേണമായിരുന്നു. ഏയ് അതൊന്നും നടക്കത്തില്ല. ഫോണിലൂടെ മതി, ഒന്ന് കോപ്പറേറ്റ് ചെയ്യൂ മാം. ഞാൻ എന്തെങ്കിലും പറയാം, നിങ്ങൾ പത്രക്കാർ വേറെ എഴുതി വയ്ക്കും. നടക്കത്തില്ല. എന്താ ഡോക്ടർ തമ്പി ഹിമഗിരി കേട്ടിട്ടില്ലേ? മയക്കുവെടി വിദഗ്ധൻ. പുള്ളി ഇപ്പൊ നാട്ടിലുണ്ട്. പുള്ളി ഒന്ന് വന്ന് കിട്ടിക്കഴിഞ്ഞാൽ ദർശനം അടിച്ചിടും. അല്ല, നമ്മൾ വിളിച്ച അയാൾ വരുമോ? നമുക്ക് മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറയിപ്പിച്ചാലോ? ആരെങ്കിലും ഒന്ന് വിളിച്ച് പറയിപ്പിച്ചിട്ട് താൻ അയാൾ ഇങ്ങോട്ടൊന്ന് വരുത്ത്. എന്താണോ അവിടെ ആകെ പ്രശ്നം ഒന്നും വരുമോ? എനിക്ക് വയ്യ. തമ്പി ഹിമഗിരി താൻ ഡീൽ ചെയ്യ്. എന്താണ് പറയാ? മാറങ്ങോട്ട് മാറ്. ഓണൊന്നില്ലല്ലോ. അവൾ എങ്ങോട്ടാ പോയെന്ന് വല്ല അറിയാവോ? അത് എനിക്ക് എങ്ങനെ അറിയാനാ? ഓ ഈ രാജവീതിയിൽ കൊണ്ടിട്ടാ ദേവമണ്ഡലത്തിലെ കരുത്തുറ്റ സാരഥി BDF-ന്റെ സാരഥി കഴക്കൂട്ടം ക്രിസ്റ്റഫർ. അക്രമ രാഷ്ട്രീയത്തിന് ഈ മണ്ണിലിടമില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കറപുരളാത്ത കരടിനുറപ്പുള്ള രാഷ്ട്രീയ പാരമ്പര്യത്തിനുടമ രണ്ട് സ്ഥാനാർത്ഥികളുണ്ടല്ലോ. കഴക്കൂട്ടം ക്രിസ്റ്റഫർ. ഇരവിക്ക് ഇത്തവണ സീറ്റ് കിട്ടുമെന്ന് ഉറപ്പൊന്നും ഇല്ല കേട്ടാ. ഞാൻ എങ്ങനെ പോയാലും സീറ്റ് വെപ്പിക്ക് ജയിക്കുകയും ചെയ്യും. ക്രിസ്റ്റഫർ ആരാ മോൻ? കളി കണ്ടോ അല്ലേ? കാണാം. രചന ചേച്ചി നോക്കി.
ചേച്ചി ഇവൾ എന്റെ പെണ്ണ. നമുക്കൊരു പ്രശ്നം വന്നപ്പോ നമ്മളൊക്കെ മുമ്പ് പോകുന്നുണ്ടോ? നീ സ്പീഡിൽ പോ. എന്റെ ആദ്യ ഇറച്ചി കൊടുത്ത് കഴിക്കുന്ന സമയത്തിന് കടിക്കാൻ തോന്നിക്കില്ലേ? ചേച്ചി പേടിക്കാതെ, അളിയൊന്നും പറ്റൂല. നിനക്ക് അങ്ങനെ പറയാം. അങ്ങനെ എന്തെങ്കിലും പറ്റിയ പണി കിട്ടുന്ന എനിക്കാ. അത് വേണ്ട ചേച്ചി. അളിയൻ എന്തെങ്കിലും പറ്റിയിട്ട് കിട്ടണ സർക്കാർ ജോലി നമുക്ക് വേണ്ട, അല്ലേ അച്ഛാ? വിവരക്കേട് പറയാതെ വണ്ടി വിടറാ. നമസ്കാരം. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി സംസ്ഥാനത്തെ ആകമാനം മുൾമുനയിൽ നിർത്തിയിരിക്കുന്ന ഈ വിഷയത്തിൽ പുതിയ സംഭവവികാസങ്ങളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിവിശിഷ്ടമായ സേവനത്തിലൂടെ നിരവധി പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ മയക്കുവെടി വിദഗ്ധൻ തമ്പി ഹേമഗിരി എത്തുന്നതോടെ രക്ഷാപ്രവർത്തനം വിജയകരമാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. സാറേ, രാവിലത്തെ കഷായം കുടിച്ചു. വൈദ്യരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, പാതിക്ക് വെച്ച് കാലടക്കല്ലേന്ന്. ഹലോ സാർ, CA കമലേഷാണ്. ജീപ്പ് വിട്ടിട്ടുണ്ട്. സാർ ഇറങ്ങുമല്ലേ? അതാ ഇറങ്ങി. താങ്ക് യു. സാർ, ഇതിൽ ഒരു താങ്ക് യു സൂപ്രണ്ടിനെയാണ്. ട്രീറ്റ്മെന്റ് പാതിക്ക് വെച്ച് നിർത്തിപ്പോ ഞാൻ സമ്മതിക്കൂല. വിളിച്ചിരിക്കുന്ന കേരള സർക്കാർ രക്ഷിക്കേണ്ട 2 ജീവൻ. എനിക്ക് വലുതേ നിങ്ങളുടെ ജീവനാ. വൈദ്യരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണേ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? തമ്പി സാർ എത്തേണ്ട അടുത്ത് തമ്പി സാർ എത്തണ്ടേ? എന്നൊന്ന് പിടിച്ചടക്കിയടാ. ഓപ്പറേഷൻ ഡെമോളിഷൻ സക്സസ്. ഇനി ഓപ്പറേഷൻ വാട്ടർഫാൾ. കം ഓൺ. സുജനപാലന്റെ നേതൃത്വത്തിൽ കള്ളന്റെ പ്രതിമയുള്ള കമാനം പൊളിച്ചുകൊണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂക്കാർ വിജയകരമായി മുന്നോട്ട് വന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ ഓപ്പറേഷൻ വാട്ടർഫോൾ ആരംഭിച്ച് റെജിമോനെ ഹരിദാസിനെയും പുറത്തിറക്കാനുള്ള ശ്രമത്തിലാണ് ഫയർ ആൻഡ് റെസ്ക്യൂ.